തിരിച്ചു കിട്ടാതെ നൽകുന്നതിനെ വിദ്യ എന്ന് പറയുന്നു എന്നാണ് ശങ്കരഭാഷ്യം. അതെങ്കിലും പാലിക്കുന്നവരാണെങ്കിൽ കുട്ടികളിൽ നിന്ന് പാദപൂജ ആഗ്രഹിക്കില്ല. ദൈവം എന്നാൽ സ്നേഹമാണെന്ന് അറിയുന്നവർക്ക് മാത്രമേ നന്മയുടെ ഗുരുവാകാൻ കഴിയൂ എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ദൈവം എന്നാൽ അനാദിയായ സ്നേഹമാണെന്ന് ആദ്യം അറിയണം. അങ്ങനെ അറിയുന്നവർക്കാണ് നന്മയുടെ ഗുരുവാകാൻ കഴിയുക. ശിഷ്യരെ സ്നേഹിക്കുകയാണ് ഗുരുവിന്റെ കടമ. ഗുരുവിനെ സ്നേഹിക്കുകയാണ് ശിഷ്യന്റെ ഉത്തരവാദിത്തം. ഇവിടെ ഗുരുവും ശിഷ്യനും സമശീർഷരാണ്. കൊടുക്കുന്നതും വാങ്ങുന്നതും സ്നേഹമാണ്. അല്ലാതെ ശിഷ്യൻ ഗുരുവിന്റെയോ ഗുരു ശിഷ്യന്റെയോ പാദപൂജ നടത്തേണ്ടതില്ല. ബ്രാഹ്മണാധിപത്യത്തിന്റെ കാലത്തുണ്ടായിരുന്നതാണ് കാലുകഴുകിച്ചൂട്ട്. ബ്രാഹ്മണന്റെ കാലു കഴുകി അവരെ ഊട്ടുന്ന പരിപാടിയൊക്കെ പരിഷ്കൃത സമൂഹം നടത്താറില്ല. ബ്രാഹ്മണന്റെ എച്ചിലിൽ ദളിതർ കിടന്നുരുളുന്ന മടേ സ്നാനം നവസമൂഹം തള്ളിയതാണ്. 30-40 വർഷം മുമ്പുള്ള കേരളത്തിൽ ഒരു സ്കൂളിലും അധ്യാപകരുടെ കാല് കഴുകുന്ന ഗുരുപൂജ ഉണ്ടായിരുന്നില്ല. ഒരു 100 വർഷത്തെ ചരിത്രമെടുത്താലും അത് കണ്ടെത്താൻ കഴിയില്ല. വെറും മണലിൽ കൈവിരൽ കൊണ്ടും എഴുത്തോലയിൽ നാരായം കൊണ്ടും എഴുതി പഠിപ്പിച്ചിരുന്ന നിലത്തെഴുത്ത് കളരിയിൽ പോലും പാദപൂജ ആരും ചെയ്തിരുന്നില്ല. ശിഷ്യരെ തല്ലിപ്പഠിപ്പിക്കാം എന്ന പ്രാകൃത ബോധം ഉള്ള ഇടങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ പാദപൂജകളും നടക്കുന്നത്. വടി താഴെ വയ്ക്കാൻ മനസ്സ് വരാത്തവരാണ് ശിഷ്യർ കാലു പിടിക്കുന്നത് കാണാൻ കൊതിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ പാദപൂജയുടെ വരവ്?